ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇത് എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ വിദ്യാരംഭത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചുകുട്ടീനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ നല്ല അമ്പലത്തിലൂടെ കിടന്ന് ഓട്ടവും പരിപാടിയൊക്കെയാണ് കേട്ടോ. പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തില്ല. ഇപ്പോൾ ഓടുന്ന ഒരു പ്രായമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ മര്യാദയ്ക്ക് ഇരിക്കത്തില്ല, ഓട്ടവും കളിയൊക്കെയാണ്. അപ്പം ഞങ്ങൾ ചുറ്റിനും അമ്പലത്തിൻ്റെ ചുറ്റിനും തൊഴുതു, അകത്ത് കയറി തൊഴുതു. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തന്നെ സ്പെഷ്യലായിട്ടുള്ള ദിവസം ആയതുകൊണ്ട് കുറച്ച് പിള്ളേരെയൊക്കെ എഴുത്തിലിരുത്താൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചുറ്റിത്തൊഴുതു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഹാപ്പിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് തിരുമേനിനെ കണ്ട് അപ്പോൾ നമ്മൾ അവിടെ എഴുത്തിനിരുത്തുന്നത് കേട്ടോ, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താമെന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ ഇവിടെ എഴുത്തിനിരുത്താമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്ന് തന്നെ നമ്മൾ ഇരുത്തുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമായിട്ടുണ്ടെങ്കിൽ പിന്നെ 3 വയസ്സായി പോകുമല്ലോ. ഇതാകുമ്പോഴത്തേക്കും 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തിരക്ക് അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എഴുത്തിനിരുത്തി. അപ്പം ഞാൻ വിചാരിച്ചത് നല്ല വഴക്കായിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേ അവൾ വഴക്കൊന്നുമില്ലായിരുന്നു, പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എത്തിയിട്ട് വഴിക്കുന്ന അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇച്ചുവിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് കരുതി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ആൾ മൂഡ് ഔട്ടാണ്. കാരണം പുറത്തോടെ ഇങ്ങനെ നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ തിരിച്ചു കൊണ്ടിരുന്നൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ അശ്വതി ചേച്ചിയും അതുപോലെ ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചുവിൻ്റെ കൂടെ എപ്പോഴും കളിക്കാൻ വരുന്ന കൊച്ചാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് വീട്ടിൽ വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മാളുവിൻ്റെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വിശേഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇച്ചുക്കുട്ടിയുടെ വിദ്യാരംഭം ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രാർത്ഥനയോടെയുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വൈകുന്നേരം കഴിയപ്പോഴത്തേക്ക് അവർ പോയി കേട്ടോ. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.